ഹലോ. റെക്കോർഡ് ഫില്ലിംഗ്, ഡ്രേപ്പിംഗ്, നഖങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കൽ എന്ന വിഷയത്തിലുള്ള ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് റെക്കോർഡ് കാർഡ് പൂരിപ്പിക്കാനും ഒരു മാനിക്യൂർ അല്ലെങ്കിൽ പെഡിക്യൂറിനായി ഒരു ക്ലയന്റിനെ ഡ്രേപ്പ് ചെയ്യാനും നഖങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും സാമഗ്രികളും ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും. ഒരു ക്ലയന്റിനുള്ള മാനിക്യൂർ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് നഖങ്ങൾ നിരീക്ഷിക്കുന്നത് ഉറപ്പാക്കുക. നഖങ്ങൾ ആരോഗ്യമുള്ളതാണോ ആരോഗ്യമില്ലാത്തതാണോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ക്ലയന്റിന് എന്തെങ്കിലും നഖരോഗമോ അണുബാധയോ തകരാറുകളോ ഉണ്ടെങ്കിൽ ക്ലയന്റുമായി നിങ്ങളുടെ കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുക. അതുവഴി ക്ലയന്റിന് ചികിത്സയ്ക്കായി പോകണമോ എന്ന് തീരുമാനിക്കാനാവും. ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അണുബാധയുള്ള ക്ലയന്റുകൾക്ക് നിങ്ങൾ ഒരിക്കലും നെയിൽ സേവനങ്ങൾ നൽകരുത്. ക്ലയന്റിന് പ്രമേഹമുണ്ടോ എന്നും മാനിക്യൂർ, പെഡിക്യൂർ എന്നിവ ചെയ്യാൻ ജനറൽ ഫിസിഷ്യന്റെ അനുമതിയുണ്ടോ എന്നും പരിശോധിക്കുക. കൂടാതെ ക്ലയന്റിന്റെ നെയിൽ, ഇനാമൽ, ഓയിൽ അല്ലെങ്കിൽ നടപടിക്രമത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളോട് അലർജിയുണ്ടോ എന്നും പരിശോധിക്കുക. ഇനി നിങ്ങളുടെ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി ഒരു ക്ലയന്റ് റെക്കോർഡ് കാർഡിൽ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക. പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമത്തിന് ശേഷം ക്ലയന്റിന്റെ നടപടിക്രമത്തിനായി നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾ ക്ലയന്റിനെ തയ്യാറാക്കുമ്പോൾ അവരെ സുഖപ്രദമായ സ്ഥിതിയിലാക്കുക. മടി കൂടാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ ക്ലയന്റിനെ പ്രോത്സാഹിപ്പിക്കുക. നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ക്ലയന്റിനെ സുഖപ്രദമായ സ്ഥിതിയിലാക്കുക. ക്ലയന്റിന്റെ ചലനങ്ങൾ, സൗകര്യം, സ്വകാര്യത എന്നിവ പരിഗണിക്കുക. ക്ലയന്റിന്റെ വസ്ത്രങ്ങൾ, ടവലുകളും ഡിസ്പോസിബിൾ ഷീറ്റ് അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് സംരക്ഷിക്കുക. ട്രീറ്റ് ചെയ്യേണ്ട സ്ഥലത്തു നിന്ന് എല്ലാ ആഭരണങ്ങളും നീക്കം ചെയ്യുക. ഓരോ ഉപകരണത്തിന്റെയും യന്ത്രത്തിന്റെയും മെറ്റീരിയലിന്റെയും ഉപയോഗം നോക്കാം. ക്ലയന്റ് ചെയർ, മാനിക്യൂർ സ്റ്റൂൾ, മാനിക്യൂർ ടേബിൾ, മാനിക്യൂർ ട്രേ, മാനിക്യൂർ ബോൾ, ഇൻഫ്രാറെഡ് ലാമ്പ്, ഹോട്ട് പ്ലേറ്റ്, മീഡിയം സൈസ് ബോൾ, ഇലക്ട്രിക് മാനിക്യൂർ കിറ്റ്, ഓറഞ്ച് wood stick, emery board, magnifying glass, cuticle pusher, cuticle clipper, nail brush, nail scissors, nail buffer, spatula, UV LED lamp. Materials: nail varnish remover, cuticle oil or cream, whitening pencil, nail varnish, cuticle remover, nail bleachers, nail strengthener, hand lotion and cream, top coat, base coat, liquid hand wash, H2O2, manicure shampoo, cotton, vegetable oil, sea salt, antiseptic solution, scrub, pack. ഇനി നമുക്ക് നഖങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളും വസ്തുക്കളും നോക്കാം. അസറ്റോൺ നെയിൽ പോളിഷ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആന്റിസെപ്റ്റിക് സൂക്ഷ്മാണുക്കൾ പെരുകുന്നത് തടയാനും ട്രീറ്റ്മെന്റിന് മുൻപ് കൈകൾ വൃത്തിയാക്കാനും ക്ലയന്റിന്റെ കൈകൾ കുതിർക്കാനും ഉപയോഗിക്കുന്നു. ബേസ് കോട്ട് നിറമുള്ള നെയിൽ പോളിഷ് പ്രയോഗിക്കുന്നതിന് മുൻപ് നഖത്തിൽ പുരട്ടുന്ന നിറമില്ലാത്ത ദ്രാവകമാണ്. ഇത് നെയിൽ പ്ലേറ്റിൽ കറ പിടിക്കുന്നത് തടയുകയും നെയിൽ പോളിഷിനെ നഖത്തിന്റെ പ്രതലത്തിൽ എളുപ്പത്തിൽ പറ്റിനിൽക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ചില ബേസ് കോട്ടുകളിൽ നെയിൽ സ്ട്രെങ്തനറുകളുമുണ്ട്. ക്യൂട്ടിക്കിൾ ക്രീം
ക്യൂട്ടിക്കിൾ മൃദുവാകാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ കേടുപാടുകളോ അസ്വസ്ഥതയോ ഉണ്ടാകാതെ അവയെ നീക്കം ചെയ്യാനാകും. ക്യൂട്ടിക്കിൾ ഓയിൽ നഖങ്ങൾക്ക് ചുറ്റുമുള്ള ക്യൂട്ടിക്കിൾ മൃദുവാക്കുവാനും ലൂബ്രിക്കേറ്റ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക എണ്ണയാണ്. ക്യൂട്ടിക്കിൾ റിമൂവർ ആൽക്കലൈൻ, ഗ്ലിസറിൻ, വെള്ളം എന്നിവ കലർന്ന ഒരു ലായനിയാണ്. ഇത് നഖത്തിന് ചുറ്റുമുള്ള ക്യൂട്ടിക്കിളുകൾ മൃദുവാക്കുവാനും നീക്കം ചെയ്യുവാനും ഉപയോഗിക്കുന്നു. ഒരു ക്യൂട്ടിക്കിൾ നൈഫ് ഉപയോഗിച്ച് നെയിൽ പ്ലേറ്റിൽ നിന്ന് ക്യൂട്ടിക്കിൾ സാവധാനം സ്ക്രാപ്പ് ചെയ്യാനാവും വിധം ക്യൂട്ടിക്കിളിനെ പൊടിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ക്യൂട്ടിക്കിൾ എക്സ്ഫോളിയന്റ് എന്നത് ക്യൂട്ടിക്കിൾ ട്രിമ്മറിന് ശേഷം ഉപയോഗിക്കുന്ന മൃദുവായ തരി പോലുള്ള പദാർത്ഥമാണ്. ഇത് നഖങ്ങളിൽ നിന്ന് മുഷിഞ്ഞ മൃതകോശങ്ങളെ തുടച്ചു നീക്കാനും ചർമ്മത്തെ മൃദുവും മിനുസമാർന്നതും വൃത്തിയുള്ളതുമാക്കി നിലനിർത്താനും സഹായിക്കുന്നു. ഹാൻഡ് ക്രീമുകൾ കൈയിലെയും പുറംതൊലിയിലെയും ചർമ്മത്തെ മൃദുവാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് മസാജിന് ഒരു സ്ലിപ്പ് നൽകുന്നു. ഇതിനർത്ഥം ഘർഷണവും അസ്വാസ്ഥ്യവും ഉണ്ടാക്കാതെ തെറാപ്പിസ്റ്റിന്റെ കൈകൾ ചർമ്മത്തിന് മുകളിലൂടെ സുഗമമായി സഞ്ചരിക്കുന്നു എന്നതാണ്. എക്സ്ഫോളിയന്റ് മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മത്തെ ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുന്നു. ഇത് ചർമ്മത്തെ കണ്ടീഷൻ ചെയ്യുകയും മൃദുവാക്കുകയും പുതുക്കുകയും ചെയ്യുന്നു. ഇതിനെ സ്ക്രബ് എന്നും വിളിക്കുന്നു. ശുചിയായ ലിക്വിഡ് സോപ്പ് ക്യൂട്ടിക്കിളിനെ പിന്നോട്ട് നീക്കാൻ സജ്ജമാക്കുന്നതിനായി ചൂടുവെള്ളം ഉപയോഗിച്ച് കൈകൾ കുതിർക്കാൻ ഉപയോഗിക്കുന്നു. നെയിൽ ഹാർഡ്നർ അല്ലെങ്കിൽ സ്ട്രെങ്തനർ പലതരത്തിൽ ലഭ്യമാണ്. കേടുപാടുകൾ സംഭവിച്ചതും പൊട്ടുന്നതുമായ നഖങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നു. അത് നഖം കണ്ടീഷൻ ചെയ്യുകയും പൊട്ടുന്നതിൽ നിന്നും പിളരുന്നതിൽ നിന്നും പൊളിഞ്ഞകലുന്നതിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. നഖങ്ങൾ മനോഹരമാക്കാനും സംരക്ഷിക്കാനും നെയിൽ പ്ലേറ്റിൽ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ്, വാനിഷ്, പെയിന്റ് അല്ലെങ്കിൽ നെയിൽ കളർ എന്നിവ വിവിധ നിറങ്ങളിൽ തിരഞ്ഞെടുക്കുന്നതിനായി ലഭ്യമാണ്. നിറം മാറിയ ഫ്രീ എഡ്ജ് വെളുപ്പിക്കാൻ നെയിൽ വൈറ്റ് പെൻസിൽ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ഒരു ഫ്രഞ്ച് മാനിക്യൂർ സൃഷ്ടിക്കാനാവും. കറ പുരണ്ട നഖങ്ങൾ വെളുപ്പിക്കാൻ നെയിൽ ബ്ലീച്ചും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടോപ്പ് കോട്ട് പോളിഷിനെ സംരക്ഷിക്കാൻ പോളിഷിന് മുകളിൽ പുരട്ടുന്ന നിറമില്ലാത്ത ലിക്വിഡ് സീലറാണ്. ഇത് ചിപ്പിംഗ് തടയുകയും നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നു. ഉണക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കാൻ വിവിധ തരം നെയിൽ പോളിഷ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നു. നെയിൽ പോളിഷിലേക്ക് നേരിട്ട് വീഴുന്ന ദ്രാവകമായ കിക്ക് ഡ്രൈ സ്പ്രേകൾ, ടോപ്പ് ഡ്രൈയിംഗ് കോട്ടുകൾ, അൾട്രാ വയലറ്റ് ലാമ്പുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് മഞ്ഞ നഖങ്ങളെ മൃദുവാക്കുകയും അവയെ സ്വാഭാവികവും ആരോഗ്യകരവുമായ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. നനച്ച കോട്ടൺ ബോൾ നിങ്ങളുടെ നഖങ്ങളിൽ പുരട്ടി വ്യത്യാസം കാണുക. നെയിൽ ഫംഗസ് ഉണ്ടാകുന്നത് തടയാനും ഇത് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഒരു റിപ്പോർട്ട് എങ്ങനെ പൂരിപ്പിക്കണം, ഒരു ക്ലയന്റിനെ എങ്ങനെ ഡ്രേപ്പ് ചെയ്യണം, നഖങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വസ്തുക്കളും എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നന്ദി.